നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മീനമാസം 7-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 21-ാം തീയതി ശനിയാഴ്ച. നാളത്തെ രാഹുകാലം കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാണ്. നാം ഒരു ശുഭകാര്യങ്ങളും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല, നിങ്ങൾക്കറിയാം. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാകുന്നു. തൃതീയ തിഥി ചന്ദ്രൻ ബലവാനായി വരുന്ന ഒരു തിഥിയാണ് വെളുത്തപക്ഷത്തിലെ. പക്ഷേ ചന്ദ്രന് പൂർണ്ണബലം വരണമെങ്കിൽ വെളുത്തപക്ഷത്തിലെ 5-ാം തിഥി പഞ്ചമി തിഥി മുതലാണ് ചന്ദ്രൻ ബലവാനായി വരുന്നത്. നാളത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ്. അത് ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രത്രയം എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. ഇവിടെ ഉത്രത്രയത്തിൽ പെടുന്ന നക്ഷത്രമാണ്, 9-ാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു. മേടമാസത്തിലെ ഒരു സമ്പൂർണ്ണ നക്ഷത്രമാണ്. 60 നാഴികയുള്ള 24 മണിക്കൂറുള്ള 2.25 നക്ഷത്രത്തിൽ ഒരു സമ്പൂർണ്ണ നക്ഷത്രമാണ് അശ്വതി. ഈ നക്ഷത്രത്തിൻ്റെ അധിദേവത അശ്വിനി ദേവതകളാണ്. മരുന്ന് കടിപ്പാൻ ഏറ്റവും നല്ല ദിവസമാണ് അശ്വതി നക്ഷത്രം. നാളെ അശ്വതി നക്ഷത്രം അതിൻ്റെ ഗണ്ടാനമൊക്കെ കഴിഞ്ഞുള്ള സമയമാണെന്നുകൂടി അറിയണം. നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്നായി സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലിജീവൻ ഏറ്റവും ഉത്തമമാണ്. അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുവാനും നാളത്തെ ദിനം വളരെ എൻ്റെ പ്രേക്ഷകർക്ക് ഗുണകരമാണ്. നാഗസംബന്ധമായ ദോഷങ്ങൾ മാറുവാനും സർപ്പരാജാവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനും നമുക്ക് അശ്വതി നക്ഷത്രത്തിൽ ഈ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യാം. അശ്വതി മകം മൂലം ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം കേതുവും, തിരുവാതിര ചോദ്യതയും ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം രാഹുവുമാണ്. അതിനാൽ ഈ 6 നക്ഷത്രങ്ങളിലുമാണ് നാം സർപ്പബലി അല്ലെങ്കിൽ ആയില്യപൂജയൊക്കെ ചെയ്യുക. അപ്രകാരം നാം സർപ്പബലി ചെയ്യുന്ന മറ്റൊരു നക്ഷത്രം ആയില്യ നക്ഷത്രവുമാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും രാഹുകാലം കഴിഞ്ഞുള്ള 10:45 മുതൽ 12 മണി വരെയുള്ള സമയം ഏറ്റവും അനുകൂലം. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ, നാളെ നിങ്ങളുടെ പ്രാർത്ഥന ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്നാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.